ഈ വീഡിയോയിൽ നമ്മൾ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2021 SSLC മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ ഫിഗറിൽ O എന്ന് പറഞ്ഞത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ ACB, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ ACB കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 30, 60, 90, 100 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗം നോക്കി, ഈ C എന്ന് പറഞ്ഞത് ഈ സെമി സർക്കിളിലുള്ള ആംഗിളാണ്. ദ ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ, അതായത് ACB എന്ന് പറഞ്ഞ ഈ C ആംഗിൾസ് ഇൻ ദ സെമി സർക്കിളാണ് വന്നേക്കുന്നത്. അതെപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ഫോംഡ്, ഈ സർക്കിൾ ഡയാമീറ്റർ എന്ന് പറയുന്നതാണ് AB. ആ AB ആണ് ഈ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നതെങ്കിലും ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ വന്നാലും ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ആയാലും AB വെച്ചിട്ട്, ഈ ഡയാമീറ്റർ വെച്ചിട്ടാണ് ഒരു ആംഗിൾ ഫോം ചെയ്തേക്കുന്നതെങ്കിലും ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AB ഈസ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഈ സർക്കിളിൻ്റെ കോഡാണ് AB എന്ന് പറയുന്നത്. കോഡ് AB മേക്സ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ. ഈ AB എന്ന് പറഞ്ഞ കോഡ് സെൻറ്ററിൽ ഒരു റൈറ്റ് ആംഗിളിനെ ക്രിയേറ്റ് ചെയ്തു. ഇത് 90 ഡിഗ്രി വരുന്ന ഒരു ആംഗിളാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു സർക്കിളിൽ ഇതിങ്ങനെ വരയ്ക്കുന്ന ലൈൻസാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റർ കോഡ്, ഏറ്റവും വലിയ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ABയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ OB എന്ന് പറയുന്നത് റേഡിയസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം OB, അതുപോലെ തന്നെ OBനെ BO എന്നും പറയാം, OA എന്നും പറയാം, AO എന്നും പറയാം. എങ്ങനെയാണ് പറയാം? OB OA എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അത് റേഡിയസ് ആയതുകൊണ്ട് ഇവിടെയും 3 സെൻറ്റിമീറ്റർ തന്നെയാണ് വരാം. അത് C ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ട്രയാങ്കിൾ AOBയിൽ by using Pythagoras theorem. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് ഈ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ AB ആണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് AO പ്ലസ് ഹൈറ്റ് അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് OB സ്ക്വയർ. അപ്പോൾ AB സ്ക്വയർ ഈസ് ഈക്വൽ ടു AO എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ് പ്ലസ് 3 സ്ക്വയർ. AB ഈസ് ഈക്വൽ ടു 9 പ്ലസ് 9. AB ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ഈസ് ഈക്വൽ ടു 18 എന്ന് ആൻസർ കിട്ടും. AB സ്ക്വയർ 18 ആണെങ്കിൽ AB എന്ന് പറയുന്നത് √18 ആണ്, നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് √18 എഴുതാം? നമുക്കിങ്ങനെ √9 ഇൻറ്റു √2 എന്ന് എഴുതിയാലും എന്തായിരിക്കും? √18 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ √9 എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ √3 ഇൻറ്റു 3 ഇൻറ്റു √2 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഇവിടെ √3 ഇൻറ്റു √B ഇൻറ്റു B എന്ന് പറയുന്നത് B ആണ്. √3 ഇൻറ്റു √3 എന്ന് പറയുന്നത് 3 ആണ്. രണ്ട് ഒരേപോലത്തെ സംഖ്യ വന്ന റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മളതിനെ 3 എന്ന് എടുത്ത് എഴുതാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 3 √2 എന്ന് ആൻസർ കിട്ടും. 3 √2 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ. ഇത് 2023 ഫസ്റ്റ് ടേമിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ OA ഈസ് ഈക്വൽ ടു AB. നമുക്ക് OAയും ABയും ഇവിടെ ഈക്വലും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ AOB കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ACB കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ അറിയാം OAയും OBയും, OA ഈസ് ഈക്വൽ ടു OB, അത് റേഡിയസ് ആണ്, അതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. ഒന്നാമത്തെ പോയിൻ്റാണ് ഇട്ടത് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ OA ഈസ് ഈക്വൽ ടു AB
എന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇതിലെ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ? AOയും OBയും സെയിം ആണ്, റേഡിയസ് ആണ്. അപ്പോൾ OA ABയോട് ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. OA ABയോട് ഈക്വൽ ആണെങ്കിൽ OBയും ABയോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിൾ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇനി ഈ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിലെ എല്ലാ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതാണ് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ AOB എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കാണ്ട് തന്നെ നമുക്ക് 60 ഡിഗ്രി എന്ന് എഴുതാം. ഈ ആംഗിൾ AOB 60 ഡിഗ്രി ആണെങ്കിൽ ACB കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. AOB 60 ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ACB എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 60/2 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഈ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ, അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ 2x ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ കിട്ടുന്ന ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഒക്കെ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിനോട് അനുബന്ധിച്ച് കൊടുക്കുന്ന പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ഒരു ഫിഗറാണ്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്ന ഫിഗർ അല്ല, ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വരച്ച ഫിഗറാണ്. അപ്പോൾ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടും. ഇതൊന്നല്ല നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ പുറത്തുള്ളൊരു ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള വെർട്ടെക്സിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞത് ഈക്വൽ ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ആംഗിൾ ഡിക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ആംഗിൾ CBEക്ക് നമ്മൾ വൈ എന്ന് കൊടുത്തു. ഇനി CBA ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ CBA എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലീനിയർ ലൈനിൻ്റെ അവിടെ പോണ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് പ്ലസ് ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ വൈ ആണെങ്കിൽ അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് വൈ എന്ന് ചെയ്താൽ മതി. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ആംഗിൾ CBA 180 മൈനസ് വൈ എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ CBA അല്ലെങ്കിൽ ABC എങ്ങനെ വേണമെങ്കിൽ പറയാം. ആംഗിൾ കറക്റ്റായിട്ട് എഴുതുന്നേ ഉള്ളൂ. ഈക്വൽ 180 ഡിഗ്രി. ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി 180, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി 180. ഇത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ CBA കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ആംഗിൾ ഡിക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ CBA നമ്മളോട് കണ്ടുപിടിച്ചു 180 മൈനസ് വൈ എന്ന് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഈ 180 അപ്പുറത്തി കൊണ്ടുപോകും. 180 മൈനസ് 180 എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു വൈ. കണ്ടോ? ആ പ്രൂവിലേക്ക് നമ്മൾ എത്തി. നമ്മളങ്ങനെ പ്രൂവ് ചെയ്തു. എക്സും ഈ ആംഗിളും വൈ എന്ന് പറയുന്നത് ഈക്വലാണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ ഫിഗർ, ഈ ഫിഗറിൽ CBE ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 105 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആംഗിൾ ADC ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഗിൾ ADCയും ABCയും പ്ലസ് ചെയ്യുമ്പോൾ എന്താ കിട്ടാമെന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ പഠിച്ചുള്ളൂ, ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ നമുക്ക് കിട്ടി. ആംഗിൾ ADC എന്ന് പറയുന്നത് 105 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ABC കണ്ടുപിടിക്കാം. നോക്കി, ആംഗിൾ ABC
ഈ 105 ഈ രണ്ട് ആംഗിളും കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. സോ 180 മൈനസ് 105 എത്ര കിട്ടും? 575. അപ്പോൾ ആംഗിൾ എ ബി സി നമുക്ക് 75 ആണെന്ന് കിട്ടി. ഇനി നോക്കി, ആംഗിൾ എ ഡി സിയും പ്ലസ് ആംഗിൾ എ ബി സിയും കൂട്ടി കിട്ടുമ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് കൂട്ടി കിട്ടാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ്. അതേപോലെ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് 105 പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്നത് 75. 105 പ്ലസ് 75 എത്രയാണ്? 180. കണ്ട, അത് കറക്റ്റ്, ആ ആംഗിൾ കറക്റ്റായി തോന്നും. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ഓപ്പോസിറ്റിലുള്ള ഈ ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഈ ആംഗിൾ ഓപ്പോസിറ്റുള്ള ആംഗിൾ കൂട്ടുമ്പോഴും 180 ഡിഗ്രി കിട്ടണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ആണ് O എന്ന് പറയുന്നത്. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PQR ഈസ് 100. സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞത് ഈ PQR എന്ന് പറയുന്നത് ഈ ആർക്കാണ്. ഇതിൻ്റെ സെൻട്രൽ ആംഗിളാണ് 100 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, ഈ പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത് 360 ആയിരിക്കും. അതിൽ PQR എന്ന് പറഞ്ഞാൽ ആർക്ക് PQRൻ്റെ ആംഗിളാണ് 100 ഡിഗ്രി പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 100 ആണെങ്കിൽ ഇത്രയും ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് ചുറ്റുള്ള ആംഗിൾ 360 ആയതുകൊണ്ട് ഇവിടെ 100 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 360 മൈനസ് 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 260. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ആർക്ക് PSR ഉണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 260 ആണ്. എന്നാൽ ആർക്ക് PQ ഇത് രണ്ട് സെക്ഷനൊക്കെ കട്ട് ചെയ്തെന്നുള്ളൂ. മൊത്തം 360 ചെയ്തുകൊണ്ട് നമ്മൾ 360 100 മൈനസ് ചെയ്തു, 260 എന്ന് ആൻസർ കിട്ടി. ഇതിന് ബി ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ആംഗിൾ PSR ആൻഡ് PQR. നമുക്ക് ഇവിടെ PSR ഈ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഹാഫാണ് ഈ ആംഗിൾ നമുക്ക് കിട്ടും. ആംഗിൾ PSR എന്ന് പറഞ്ഞത് 100/2 50 ഡിഗ്രി. ഇത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കണ്ടുപിടിക്കാം. ഇനി ആംഗിൾ PQRും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് ഈ ആംഗിളും കൂട്ടി കിട്ടുമ്പോൾ 180 കിട്ടണം. PSR നമുക്ക് ഓൾറെഡി 50 ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 50നെ 180 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ കൂട്ടി കിട്ടുമ്പോൾ 180 കിട്ടുകയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് ദാറ്റ് ആംഗിൾ ചെയ്താൽ മതി. ഇപ്പോൾ 130 എന്ന് ആൻസർ കിട്ടും. ഇതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ആംഗിൾ OPS പ്ലസ് ആംഗിൾ ORS എന്തായിരിക്കുമെന്നാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ് ഉത്തരം കിട്ടാന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. OPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം, ഈ ആംഗിൾ, ഇതും ഈ OPSും ഇങ്ങനത്തെ ഈ രണ്ട് ആംഗിളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഫോർമുലയുണ്ട്. അതായത് ആംഗിൾ OPS പ്ലസ് ആംഗിൾ ORS ഈ രണ്ട് ആംഗിൾ കിട്ടാൻ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR, അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ കണ്ട, ഇത് മൊത്തം ഈ ആർക്കിലത്തെ മൊത്തം അങ്ങോട്ട് ആംഗിൾ, ഇതാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? OPSും കിട്ടും ORSും കിട്ടും. ഇതൊരു ഫോർമുലയാണ് കേട്ടോ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR ഇത് മൊത്തം എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു? 360. ഇത് മൊത്തം 360 ആണെങ്കിൽ ഈ ആംഗിൾ മാത്രം കിട്ടാൻ 360 മൈനസ് 100 ചെയ്താൽ മതി. അപ്പോൾ 260 കിട്ടും. അതാണ് ഈ സെൻട്രൽ ആംഗിൾ ഓഫ് PSR എന്ന് പറയുന്നത്. അതിനെ ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും കൂട്ടി കിട്ടുന്നത് 130 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് രണ്ടും 130. അപ്പോൾ ഓരോ ആംഗിളും എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ OPSും ആംഗിൾ ORSും കൂട്ടി കിട്ടുന്നത് 130 ആണ്. എന്നാൽ ഒരു ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 130/2 ചെയ്താൽ മതി. അപ്പോൾ 65 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.